ഉപ്പള കൊണ്ടൈവൂരിലെ നിത്യാനന്ദ യോഗാശ്രമം കാസർഗോഡ് കുള്ളൻ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രമായി മാറുന്നു. വംശനാശത്തിന്റെ വക്കോളമെത്തിയ 130-ലധികം കുറിയ പശുക്കളാണ് ഈ ആശ്രമത്തിൽ ആളുകളുടെ ലാളനയേറ്റ് വളരുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഉപ്പള പത്തോടിയിലെ കൊണ്ടൈവൂർ നിത്യാനന്ദ യോഗാശ്രമം വെറുമൊരു ആത്മീയ കേന്ദ്രം മാത്രമല്ല, മറിച്ച് പ്രകൃതിയെയും ഗ്രാമീണ ജൈവിക പാരമ്പര്യത്തെയും കാത്തു സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്ന അപൂർവമായൊരു ആരൂഢം കൂടിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന കാസർഗോഡൻ കുള്ളൻ പശുക്കളെ സംരക്ഷിച്ചു നിർത്തുന്നതിലൂടെയാണ് ഈ യോഗാശ്രമം കേരളത്തിലാകമാനം ശ്രദ്ധേയമാകുന്നത്. മനുഷ്യരുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും പ്രകൃതി നശീകരണവും മൂലം ഇല്ലായ്മയുടെ വക്കിലെത്തിയ ഈ നാടൻ കുറിയ പശുക്കളുടെ പരിപാലനം മാത്രമല്ല, പുനരുജ്ജീവനം കൂടിയാണ് ഇവിടം സാധ്യമാക്കുന്നത്. ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് രാജ്യത്തെ 34 നാടൻ പശു ഇനങ്ങളെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വെച്ചൂർ പശുവും കാസർഗോഡ് കുള്ളനും മാത്രമാണ് ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. വലിപ്പത്തിൽ പിന്നിലാണെങ്കിലും ഗുണമേന്മയിൽ മുന്നിലാണ് കാസർഗോഡ് കുള്ളൻ. മെലിഞ്ഞ കൈകാലുകളും ചെറിയ ശരീരവുമുള്ള ഇവയെ ആടിനെ പോലെ എളുപ്പത്തിൽ വളർത്താനാകുമെന്നാണ് കർഷകർ പറയുന്നത്. കുറഞ്ഞ തീറ്റയെ വേണ്ടതുള്ളൂ, കയറില്ലാതെയും നിയന്ത്രണത്തിൽ നിൽക്കും, എവിടേക്കും ഓടിപ്പോകാത്ത പ്രകൃതം തുടങ്ങിയവയൊക്കെ ഇവയുടെ സ്വഭാവ സവിശേഷതകളാണ്. കുറഞ്ഞ അളവിലാണ് പാൽ ലഭിക്കുന്നതെങ്കിലും ഔഷധ ഗുണം അമൂല്യമാണ്. ഇവയിലെ തന്നെ കപില വിഭാഗം അല്പം മുന്തിയ ഇനമാണ്. പിത്തള നിറവും വെള്ളാരം കല്ലുകൾ പോലെ തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഈ ഇനത്തിന്റെ പാലിനും നെയ്ക്കും മഞ്ഞ നിറം കൂടുതലായിരിക്കും. ആശ്രമത്തിലെ ആവശ്യത്തിനടുത്ത് ബാക്കി വരുന്ന പാൽ ഉപയോഗിച്ച് നെയ്യും മറ്റുൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നു. ഇവയും ആശ്രമത്തിലെ തന്നെ ഔഷധ നിർമ്മിതികൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നത്. പശുപരിപാലനം പോലെ തന്നെ ഔഷധത്തോട്ടവും ജൈവകൃഷിയും കൊണ്ടൈവൂർ ആശ്രമത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ ഒരുക്കിയിട്ടുള്ള വിപുലമായ തോട്ടത്തിൽ 100-ലധികം ഔഷധ സസ്യങ്ങളാണ് ഉള്ളത്. വിവിധതരം ഔഷധ എണ്ണകളും ഇവിടെ ഉണ്ടാക്കുന്നു. പശുക്കൾക്ക് ആവശ്യമായ തീറ്റയ്ക്കായി 2.5 ഏക്കറോളം സ്ഥലത്ത് പച്ചപ്പുൽ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഉടുപ്പിയിൽ നിന്ന് ആവശ്യാനുസരണം ഉണക്കപ്പുല്ലും എത്തിക്കുന്നു. പ്ലാവും മാവും ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളും ആശ്രമ വളപ്പിൽ സമൃദ്ധമായി വളരുന്നുണ്ട്. അല്പം അകലെയായി 2.5 ഏക്കറിൽ പച്ചക്കറി കൃഷിയുമുണ്ട്. ആശ്രമത്തിലെ കുളിരണിയിക്കുന്ന ജൈവികതയും പ്രകൃതി സൗഹൃദ ജീവിത രീതിയും മതിയാവോളം അനുഭവിച്ചറിഞ്ഞാണ് ഇപ്പോഴിവിടെ എത്തുന്ന സന്ദർശകരെല്ലാം മടങ്ങുന്നതെന്ന് ആശ്രമവുമായി അടുത്തിടപഴകി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഗോപിനാഥൻ പറയുന്നു. ഔഷധ പുഷ്ടിയായിട്ടുള്ള സസ്യങ്ങൾ നമുക്കിവിടെ കാണാം. അതേ രീതിയിൽ തന്നെ 132ഓളം പശുക്കളുള്ള ഒരു ഗോശാലയുണ്ട്. നമ്മളെ നാടൻ പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഗോശാലയാണ്. ഇവിടെ കാസർഗോഡ് കുള്ളൻ എന്ന് പറയുന്ന പശുവാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഔഷധ ഗുണമുള്ള കപില പശു, ഗിർ പശു, കോൺഗ്രേജ്, രാജസ്ഥാനിലെ കോൺഗ്രേജ്, പിന്നെ മൈസൂരിലെ ഹള്ളിക്കാർ എന്ന് പറയുന്ന പശുക്കൾ, ഇങ്ങനെ പലതരത്തിലെ പശുക്കളുടെയും ഗോമൂത്രം, പാല് പോലത്തെ സാധനങ്ങൾ ഔഷധ ഉപയോഗം ചെയ്യാറുണ്ട്. അതേപോലെ അത് ഗോമൂത്രം ഉപയോഗിച്ച് ഗോ അർക്കം, സോപ്പ്, വേദനയ്ക്കുള്ള എണ്ണ, ഇങ്ങനത്തെ പല പ്രോഡക്റ്റുകളും നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. പ്രകൃതിയുടെ സംരക്ഷണവും പരിപാലനവും മനുഷ്യ സമൂഹത്തിന് സമാധാനവും സമൃദ്ധിയും നൽകുമെന്ന സന്ദേശം മുൻനിർത്തി 2025 ഇവിടെ നടത്തിയ പരിസ്ഥിതി മഹായാഗം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഇങ്ങനെ മനുഷ്യർക്കും കന്നുകാലികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം പ്രദാനം ചെയ്ത് പരിലസിക്കുന്ന ഈ ആശ്രമത്തിന് 20 ഏക്കറോളം വിസ്തൃതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.